പാടി നിർത്തിയ ഒരാളുടെ ഒരു പാട്ട് കൂടി ആയാലോ? രണ്ടുപേരും പാടി. VS സുനിൽകുമാർ സാറുണ്ട് നമുക്കൊപ്പം അല്ലേ? ഓക്കെ. രാഷ്ട്രീയ കളരിയിലെ കലാകാരൻ കളരിയിലെ കലാകാരനാക്കണ്ട. അല്ല, അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന അർത്ഥത്തിലാണ്. നല്ല അർത്ഥത്തിലാണ്. കുട്ടികളെ ഫസ്റ്റ് അടിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ സ്റ്റേഷനാണ്. അത് ഫസ്റ്റ് അടിച്ച് ഞാൻ അവരെ ഫോട്ടോ എന്റെ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. അടിപൊളിയായിട്ടത് ഗംഭീരമായി. കാരണം വെച്ചാൽ ഞാനവരെ മേളം അവരോട് കുറച്ചു നേരം അവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവര് സംഗതി നമ്മൾ ഉദ്ദേശിച്ച പോലെ ആൾക്കാരല്ല. അവര് ഒരു വലിയ ടീമാണ് നിങ്ങള്. മൊത്തം നമ്മളെ കലോത്സവം ശരിക്കും റിപ്പോർട്ടർ TV തൂക്കിണ്ട്. അല്ല, റിപ്പോർട്ടറിന്റെ ചാനലിൽ വല്ല കള്ളം കയറുമോ? എല്ലാവരും ഡോക്ടർ അരുൺകുമാറുണ്ട്. അല്ല, അരുൺകുമാറിനുണ്ട്, പേടിക്കണ്ട. നമ്മുടെ 3ാമത്തെ ദിവസം തുടങ്ങേണ്ടത് സുനിലേട്ടന്റെ ഒരു പാട്ടിലൂടെയാണ്. ഞങ്ങളുടെ ഒരു ആഗ്രഹം. പാട്ട് പാടാൻ പറ്റുന്ന ആളല്ല. രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതായത് ഈ രാഷ്ട്രീയത്തില് എങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരെങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെയും ഈ കലയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നത്? രാഷ്ട്രീയത്തെയും കലയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. കലയെ രാഷ്ട്രീയമാക്കണവരുണ്ട്, രാഷ്ട്രീയത്തെ കലയാക്കുന്ന ആൾക്കാരുണ്ട്. ഏതാ കൂടുതലും? രണ്ടുണ്ട്. അപ്പോൾ കലയിൽ രാഷ്ട്രീയമുള്ള ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, രാഷ്ട്രീയത്തെ കലയാക്കി മാറ്റുന്ന ആൾക്കാരുണ്ട്. സാധാരണ കാണുന്നത് ഡ്രാമകൾ കാണാറുണ്ട്. സാധാരണ അതെങ്ങനെ സെറ്റ് ചെയ്തു നമ്മളിങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഇന്നതുപോലെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അത് ഈ നാടക പരിശീലന കളരിയൊന്നും കൂടി അങ്ങനെ സെറ്റ് ചെയ്യുന്ന നാടകങ്ങളൊന്നും നമ്മൾ ഇടാറില്ല. അതൊക്കെ ഇടുന്നവരോട് നീ ചോദിച്ചാൽ മതി. ഏതെങ്കിലും വേദികളിൽ ഇരുന്ന് കണ്ടോ മത്സരമൊക്കെ? ഞാൻ ആകെ ഇന്നലെ ഈ ഇവിടുത്തെ നമ്മുടെ മോഹിനിയാട്ടം പരിപാടി കണ്ടു. നല്ല ഇവിടെ എല്ലാം സ്റ്റേറ്റിൽ വരുന്ന ആൾക്കാരല്ലേ. ഇപ്പൊ ഞാൻ ഒരു കുട്ടിയുടെ ഒരു മോണാക്ട് കണ്ടു. ആ കുട്ടിയുടെ പേരെന്ത് ഉത്തരാന്നാണോ? ആ കുട്ടി ഇപ്പോൾ ഒരു ചാനലിന് വേണ്ടി പോയപ്പോൾ പെർഫോം ചെയ്യുന്നതാണ്. നമ്മൾ ഞെട്ടിപ്പോണ പെർഫോമൻസാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ സ്റ്റേറ്റ് കിട്ടുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ജില്ലയിൽ നടക്കുന്ന കലോത്സവം തന്നെ ഗംഭീരമാണ്. കാരണം പണ്ടത്തെ പോലെയല്ല, എല്ലാ സ്കൂളുകളും കുട്ടികളെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, അവരുടെ സ്കൂളിന് വേണ്ടി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി. അത് സർക്കാർ സ്കൂളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പണ്ടത്തെ പോലെ ഇല്ല. ഈ പൂർണ്ണമായ കലാകാരന്മാരെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനോട് എന്താ അഭിപ്രായം? തെറ്റില്ലേ? പൂർണ്ണമായ നടന്മാർ പ്രത്യേകിച്ച് അങ്ങനെ ആർക്കും വേണ്ടി റിസർവ് ചെയ്തിട്ടൊന്നുമില്ല. അല്ല, നടന്മാരൊക്കെ ശരിയായിക്കൊണ്ടിരിക്കല്ലേ? അല്ല, നടന്മാർ വരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നടന്മാർ ഇവിടെ ഉണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ വന്ന് നടന്മാരായ ആളുകളുണ്ട്, നടന്മാരായിട്ട് രാഷ്ട്രീയം നടത്തുന്ന ആൾക്കാരുണ്ട്. രാഷ്ട്രീയത്തിൽ അഭിനയിക്കാതിരുന്നാൽ മതി. എന്താ വെച്ചാലേ ആ കഥാപാത്രത്തിന് താഴത്തേക്ക് ഇറങ്ങി വരണം. അങ്ങനെ പ്രശ്നം. അല്ല, അത് അങ്ങനെ ഒരു എക്സാമ്പിൾ പറയേണ്ട കാര്യം എന്താ? എക്സാമ്പിൾ ഇതിനെ പറയും. നിനക്ക് എന്തൊക്കെ പറയിപ്പിക്കണം? ജെയ്സൺ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മറുപടി പറയാൻ പാടില്ല. കാരണം ഇവനെനിക്കറിയേ, ഇവനും ഞാനും അത്ര ബന്ധം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഉണ്ടായിരുന്നല്ല, ഫുള്ളാണ്. ഇല്ല ഉണ്ടായിരുന്നു പറഞ്ഞാൽ പാസ്റ്റ് ആണ്. അല്ല, പാസ്റ്റ് സത്യല്ലടാ. പാസ്റ്റ് ഈസ് ട്രൂത്ത്. അപ്പോൾ പാസ്റ്റ് എന്ന് പറയുന്നത് അത് സത്യമായതുകൊണ്ടാണ് പറയുന്നത്. നീ ആയിരുന്നു, ഇപ്പൊ നീ അങ്ങനെ ആണോന്ന് എനിക്കറിയില്ല. അങ്ങനെ തോന്നാൻ കാരണം പിന്നെ ചർച്ച ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു പാട്ട് ആരെ പഠിക്കുക? എന്തായാലും നിങ്ങൾ ഈ റിപ്പോർട്ടർമാരിൽ കലാകാരന്മാരെ വെച്ച് നിറച്ചിരിക്കുകയാണ്. ഒരുപാട് പേര് എല്ലാ സകല ഇന്നലെ ഞങ്ങള് പെർഫോം ചെയ്ത കുട്ടി പാട്ടാ കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളും ബാധനീ പന്നിച്ചൂരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ട് മുറിയും ചെറുമുന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ വെറുതെ ഈ നൊമ്പരമിതോ വെറുതെ. അപ്പോ സുനിൽകുമാറിനെ കുറിച്ചൊരു മെസ്സേജ് കൂടി ഉണ്ട് കേട്ടോ ജെയ്സൺ. കഴിഞ്ഞ നിയമസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രൻ മാഷ് ഒരു സൈക്കിളിൽ ഒരു തുണിസഞ്ചിയും തൂക്കി പോകുന്നു. കൃഷിമന്ത്രിയായിരുന്ന സുനിൽകുമാർ
കലോത്സവ സ്ഥലങ്ങളിൽ കുട്ടികളെ നിയന്ത്രിച്ച് ഒപ്പം നിൽക്കുന്നു. ജനകീയമായ നേതാവിനെ കുറിച്ച് ഒരുപാട് പേര് കമന്റുകളൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ താങ്ക് യു വി എസ് സുനിൽകുമാർ, താങ്ക് യു ജെയ്സൺ, താങ്ക് യു വി എസ് രഞ്ജിത്ത്. അപ്പോൾ ഗംഭീരമായ കലകലക്കൻ പൂരവുമായി റിപ്പോർട്ടർ വാർത്താ സംഘം വീണ്ടും പ്രേക്ഷകർക്കൊപ്പം ചേരും. നല്ല ഗംഭീര പരിപാടികളുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ തുടരുകയാണ്.